ക്രിസ്തു എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രൈസ്റ്റ് ബിക്കം എ കേഴ്സ് ഫോർ മീ. ദൈവവചനമാണ്. ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്ന് നമ്മുടെ പാപത്തെയും ശാപത്തെയും ഏറ്റെടുത്തു എന്നുള്ള ഒരു വചനമാണ് നമ്മുടെ നെഞ്ചിനകത്ത് ഉറപ്പിക്കേണ്ടത്. പലരും പൂർവ്വന്മാരുടെ ശാപം പറയും, അപ്പനമ്മയുടെ ശാപം പറയും. ഇതൊക്കെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മൾ വചനത്തിനകത്ത് ഉറച്ചിട്ടില്ല. എൻ്റെ സകല ശാപങ്ങളും എൻ്റെ രോഗങ്ങളും പാപങ്ങളും അഭിഷം ക്രൂശിന്മേൽ ഏറ്റെടുത്തു. പറയാനറിയാമോ? അപ്പോൾ ഹി ടുക്ക് ഇറ്റ് അറ്റ് ദ ക്രോസ്. ഇതൊരു എക്സ്ചേഞ്ചാണ്. വി ഹാവ് ടു റിയലി ഗിവ് ഇറ്റ് ടു ഹിം റൈറ്റ് നൗ. വചനം കേൾക്കുന്നതിന് മുൻപേ കൊടുത്തിട്ട് കേൾക്കണം. ഒരു വാക്ക് മതി. ഹൃദയ മണ്ടത്തരം കാണിച്ചിട്ട് കാര്യമില്ല. യു കം ടു മീ, ഐ വിൽ ടീച്ച് യു, ഐ വിൽ ഷോ യു ഗ്രേറ്റ് ആൻഡ് മൈറ്റി തിങ്സ്. നിനക്ക് അറിയാത്തതും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിന്നെ പഠിപ്പിച്ചെടുക്കാം. ഇപ്പം ഗലാത്യറിനകത്ത് എഴുതിയിരിക്കുന്നത് പലപ്പോഴും അമ്മമാർ വിളിച്ചു പറയും, അല്ലെ ഭർത്താവ് ഭാര്യമാർ വിളിച്ചു, അയ്യോ എൻ്റെ ഭർത്താവ് മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു, എൻ്റെ മക്കൾക്കത് പ്രശ്നം വന്നു, അയ്യോ അവർ ശവപ്പെട്ടിക്ക് അത് കൊണ്ടുവരുന്നതായിട്ട് സ്വപ്നം കണ്ടു. പലപ്പോഴും പറയാറില്ലേ? പലരും പറയാറുണ്ട്, ഞാനും ചിലപ്പം കാണാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ഞാൻ ഉറങ്ങുമല്ലോ. പിന്നെ അത് ഓർത്ത് വിഷമിക്കും. അന്നത്തെ ദിവസമേ കളയും. മണ്ടത്തരങ്ങൾ കാണിക്കുന്നു. ദുഷ്ടപിശാച് എന്തെല്ലാം ആലോചിച്ച് വെച്ചിരിക്കുന്നത് ദൈവം തമ്പുരാൻ സ്വപ്നത്തിലോ ദർശനത്തിലോ മറ്റൊരാളുടെ വാക്കിലോ കേൾപ്പിച്ചുവെങ്കിൽ അതിനെ മറികടന്ന് പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ ആഹ്വാനം ചെയ്യാണ്. പണ്ടൊക്കെ എൻ്റെ ഭർത്താവ് എപ്പോഴും മരിക്കുന്നതായിട്ട് കാണുമായിരുന്നു, ഇംഗ്ലണ്ടിൽ വെച്ച്. അതൊക്കെ നമുക്ക് ആരെയില്ല അവിടെ. ഇംഗ്ലണ്ടിൽ എന്തെങ്കിലും വരെ വേറെ ആരോട് പറയാനും. പക്ഷേ കർത്താവ് ഒരു കാലം കഴിഞ്ഞപ്പോൾ എന്നെ പഠിപ്പിച്ചു, ആ ജഡമാ മരിച്ചത്, ആത്മാവ് ജീവനോടെ ഇരിപ്പുണ്ടെന്ന് പറയും. അങ്ങനെ അതോടുകൂടി ആ പ്രശ്നം തീർന്നു. ജഡം നമ്മുടേത് എന്നും മരിച്ചു പോകണം. ഈ ജഡീക ശക്തി കൊണ്ട് എൻ്റെ നേടാം. പക്ഷേ ആത്മാവ് അങ്ങനെ ദൈവം നിർത്തി പല സ്ഥലങ്ങളിലും ഈ പ്രശ്നം വരുമ്പം ഇങ്ങനെ ഈ അടുത്തിടെ ഇതുപോലെ ഭയം വന്നപ്പോൾ കർത്താവ് പറഞ്ഞത്, ക്രൂശിന്മേൽ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ, എന്നാൽ എൻ്റെ ശാപം ഏറ്റെടുക്കാൻ കർത്താവ് മരത്തിന്മേൽ കയറിയതിനാൽ ഹേ മരണമേ നിൻ്റെ ജയം എവിടെ, നിൻ്റെ സകല സൂയിസൈഡ് സ്പിരിറ്റും റദ്ദ് ചെയ്ത് ക്യാൻസൽ ചെയ്തു എന്ന് പറയാനുള്ള ശക്തി വരും. പറയാനുള്ള ശക്തി നമുക്കാണ് വരേണ്ടത്, ചെയ്യുന്നവർക്കല്ല. നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞാൽ മതി. എവ്രി വേർഡ് ഹാസ് ഗോട്ട് പവർ ഇൻ ഇറ്റ്. ഇല്ലേ? ദൈവം ഉൽപ്പത്തിയിൽ സകലതും പറഞ്ഞു സൃഷ്ടിച്ചു. കൈ ഉപയോഗിച്ച് നമ്മളെ ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പറഞ്ഞാണ് ഉണ്ടാക്കിയത്. മനസ്സിലാക്കണം. നമ്മുടെ വാക്കുകൾ ആത്മാവിലാണ് പോകുന്നതെങ്കിൽ അതിന് 7 ഇരട്ടി ശക്തിയാണുള്ളത്. എവ്രി വേർഡ് ഹാസ് പവർ ഡിപ്പോസിറ്റഡ് ഇൻസൈഡ് ഇറ്റ്. എവ്രി വേർഡ് ഓഫ് ഗോഡ് ഈസ് ഗോഡ് ഹിംസെൽഫ്. നമ്മൾ ഗലാത്യറിൻ്റെ വാക്യമാണ് ഞാൻ എടുത്ത് ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഗലാത്യർ 3 എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്യമാണ്. കാരണം പലരെയും ഭയപ്പെടുത്തി എന്നേക്ക് വിളിക്കുന്ന പല പ്രെയർ റിക്വസ്റ്റിൽ ഇങ്ങനെയുള്ള ഭയത്തെ കളയാനാണ് ചോദിക്കുന്നത്. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തത്വം ഒന്ന് തന്നെയാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഒരു 10 പ്രാവശ്യം എഴുതി പറയണേ, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മാറ്റമില്ലാത്ത സത്യം, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നിന്റെ വിശ്വാസം എന്താണ്? വിശ്വാസം എവിടെ നിൽക്കുന്നു? അബ്രഹാം പോലും വിശ്വസിച്ചു, അതിനാൽ നീതിയായിട്ട് കണക്കിട്ടു. ഹി ബിലീവ്ഡ് ആൻഡ് ദാറ്റ് വാസ് കൗണ്ടഡ് ആസ് റൈറ്റ്ഷസ്. അത് തന്നെയാണ് പുതിയ നിയമം. യേശുക്രിസ്തു പറയുന്നില്ല, മരിച്ചു കിടപ്പുണ്ട് 4-ാം ദിവസം. യേശു വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്കാനാണ് വചനം കൊടുക്കേണ്ടത്. നമ്മൾ ഒരു വീട്ടിലേക്ക് കടന്നില്ല പ്രാർത്ഥിക്കാനായിട്ടില്ല, അവർ ഒരുക്കത്തോടെ ഇരിക്കുന്നതാണെങ്കിൽ. പക്ഷെ പലപ്പോഴും ഞാൻ നോട്ട് ചെയ്യും, ആ വീട്ടിൽ ഒരുക്കമില്ലെങ്കിൽ ഇറ്റ് ടേക്സ് അറ്റ്ലീസ്റ്റ് 10 minutes ഫോർ മീ ടു ബ്രിങ് ദം ടു ദ ലെവൽ ഓഫ് ദ സ്പിരിറ്റ്. 10 മിനിറ്റ് ആദ്യത്തേത് ഈ ജഡത്തിൽ നിന്ന് വരെ ആത്മാവിലാക്കാനാണ് പരിശ്രമിക്കുന്നത്. ആ ടൈമിൽ ഒരു സ്ട്രഗിളാണ്, ഒരു യുദ്ധമാണ്. അത് ഈ വചനം പറയുന്നവരുടെ വീട്ടിലും ഉണ്ടെന്നേ ഈ ജഡശക്തി. അപ്പം ഞാൻ അടുത്തിടെ ഒരിടത്ത് പ്രസംഗിക്കാൻ പോയി, വചനം പറയാൻ പോയി. ഐ ക്യാൻ ഫീൽ ഇറ്റ്.
എൻ്റെ ഇടതും വലതും വയ്ക്കാൻ ഫീൽ. പിന്നെ ഞാൻ കർത്താവിൻ്റെ വചനം പറയാൻ ആത്മാവിൻ്റെ തീയൊന്ന് അറക്കപ്പിച്ച ലെറ്റ് മി ബി യൂണ. അത് പറഞ്ഞു കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്നപ്പോഴാണ് എനിക്ക് ബലമുണ്ട്. പിന്നെ ബലമാണ്, പിന്നെ തീയാണ് ഇറങ്ങി വരുന്നത്. കാരണം പിന്നെ നമ്മളല്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരുക്കം, ഈ പറയുന്നവർക്കല്ല പ്രസക്തി. നിനക്ക് എത്ര ഒരുക്കമുണ്ടോ അത്രയും, നിനക്ക് എത്രമാത്രം ദൈവത്തിൻ്റെ ആത്മാവ് വേണോ അത്രയും നിനക്ക് കിട്ടും. പാത്രം എത്ര ചെറുതാണോ അത്രയും നിറയത്തുള്ളൂ. പാത്രം വലുതാണോ നിറച്ച് തരും. അല്ല പാത്രം ഒട്ടും കുറയണ്ടെന്ന് പറയുന്നില്ലേ, പാത്രം ഒട്ടും കുറയണ്ടെന്ന് എലീശ പ്രവാചകൻ പറഞ്ഞില്ലേ വിധവയോട്. എന്തുണ്ട് നിൻ്റെ വീട്ടിൽ? നിൻ്റെ മക്കളെ കൊണ്ടുപോകാൻ വന്നിരിക്കുക, കടബാധ്യത കൂടിയിട്ട് എത്രയോ ഭവനങ്ങൾ ഇല്ലേ. നമ്മുടെയൊക്കെ ദുഷ്ടൻ പിടിച്ച് പണത്തിൻ്റെ ബന്ധനങ്ങൾ. എത്ര പാത്രമുണ്ട്? എന്തുണ്ട് വീട്ടിൽ? അല്പ എണ്ണ. ശരി, തിരിച്ചു പോകും. ആ എണ്ണ എടുത്ത് ദേശത്തുള്ള പാത്രം എല്ലാം വാങ്ങിച്ച് ദേശത്തുള്ള ആളുകളെല്ലാം കൊണ്ടുവെക്കുക. അതിൽ നിൻ്റെ കുഞ്ഞിനെ കൊണ്ടുവെക്ക. വാതിലടച്ചിട്ട് എണ്ണ പകരാൻ തുടങ്ങി. പകരുമ്പോൾ നിറഞ്ഞു വരും. എത്ര പാത്രം നീ കൊണ്ടുവന്നോ അത്രയും നിറഞ്ഞു തരുന്നു. അതുകൊണ്ട് ചെറുക്കണ്ടെന്ന്, പാത്രം കുറയണ്ടെന്ന്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മടിയുള്ളവരോട് ദൈവാത്മാ പറഞ്ഞു പാത്രം കുറയണ്ടെന്ന്. മരത്തിന്മേൽ തൂങ്ങുന്നു. അപ്പം അബ്രഹാമിന് ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമാക്കിയത്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. അതേ തത്വം, അതേ മർമ്മമാണ് പുതിയ നിയമത്തിൽ. പിന്നെ എന്ത് കണ്ടാണ് നമ്മൾ ഇനി എവിടെ നോക്കിയിരിക്കുക? ഇനി ദൈവം ഇനി ഇറങ്ങി വന്ന് പറയണോ? മരത്തിന്മേൽ തൂങ്ങുന്നതിനെല്ലാം ശപിക്കപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് പറ. ആരെങ്കിലും മരിച്ച സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ അയ്യോ സൂയിസൈഡ്, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി കർത്താവ് ക്രൂശിന്മേൽ കയറിയതിനാൽ എൻ്റെ ഭവനത്തിലേത് അഴിച്ചു മാറ്റി, തുടച്ചു മാറ്റിയിരിക്കുന്നു. പറ, നാവ് കൊണ്ട് പറ. ഇത് ഹേമിക്കണം, ചെന്ന് കൊള്ളണം. ഈ സത്യത്തിൽ ഒരു സത്യം ഞാൻ പറയാം, ഒരു കുടുംബത്തിൽ യഥാർത്ഥത്തിൽ ഐശ്വര്യം വേണമെങ്കിൽ ഒരാളെങ്കിലും പ്രാർത്ഥനയ്ക്ക് ടൈം കൊടുക്കണം. ആരാ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ മക്കളായിരിക്കും, അപ്പനായിരിക്കും, അമ്മയായിരിക്കും, അല്ലെങ്കിൽ വലിയമ്മച്ചിമാരായിരിക്കും, അല്ലെങ്കിൽ വലിയപ്പച്ചൻ. ഒരാളെങ്കിലും ഈ വചനത്തിൽ നിൽക്കണം. ഒരുവൻ ക്രിസ്തുവിനായാലും. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തി വന്നു 16:32 ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ്റെ കൂടെ അവൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാം. അപ്പോൾ ഒരാൾ പോലും ഇല്ലാത്തടത്താണ് കൂട്ടനാശം വരുന്നത്. 6 പേരൊന്നിച്ചും. ഞാൻ കൊട്ടാരക്കരയായിരുന്നു നമ്മളെ അടുത്ത ഒരു വീട്ടിൽ 6 പേര് ഉള്ള ഒരു വീട് പണിത് തീർത്ത് അവരുടെ ഹിന്ദുക്കളായിരുന്നു തോന്നുന്നു. അവർ വീട് ശരിയാക്കി താമസിക്കുന്നതിന് മുൻപേ, പ്രാർത്ഥന അവരുടെ നടത്തുന്നതിന് മുമ്പേ 6 പേരും ഒന്നിച്ച് മരിച്ചു. 6 പേരെയും ആ വീട്ടിൻ്റെ മുൻവശത്തെ മുറിൻ്റെ ഫ്ലോറിൻ്റെ അടിയിൽ അടക്കുക ചെയ്തു. സങ്കടം. നമ്മൾ അറിയുന്നില്ല ആരുടെ ആത്മാവിനാണ് നമ്മൾ നിൽക്കേണ്ടതെന്ന്. നമ്മൾ ഈ സത്യത്തിൻ്റെ ആത്മാവിൽ ഇതൊക്കെ നമ്മൾക്ക് കേൾക്കുമ്പം തോന്നും, എനിക്ക് ആർക്കും സംഭവിക്കാൻ സാധ്യതയുള്ളത് മാറ്റാൻ വചനം തന്നിരിക്കുന്നത്. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ, പക്ഷേ എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ക്രൂശ് ഏറ്റെടുത്തു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് എന്നിട്ട് എന്നെ വിലയ്ക്ക് വാങ്ങി. അതായത് ആരെങ്കിലും എനിക്കെതിരായിട്ട് സൂയിസൈഡ് സ്പിരിറ്റോ കൊല്ലുന്ന സ്പിരിറ്റോ ആണെങ്കിൽ അഴിഞ്ഞു പോയിരിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അവിടെയാണ് ഇത് എക്സ്ചേഞ്ച് മാറുന്നുണ്ട്. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ജസ്റ്റിഫിക്കേഷൻ ഈസ് ഡൺ ബൈ ഫെയ്ത്ത്. We are justified as though we have never sinned. അപ്പോൾ പാപയിലപ്പിന് മരണം എങ്ങനെയാണ് പറ്റുന്നത്? പാപയിലപ്പിന് എങ്ങനെ സൂയിസൈഡ് വരുന്നത്? വരത്തില്ലല്ലോ. മാറ്റാൻ വചനം അയച്ചുകൊണ്ടേയിരിക്കുക. ഈ നമ്മൾ തീപ്പെട്ടിയുണ്ട്, നിറച്ച് വിറകുകൾ കൂട്ടി വെച്ചിട്ടുണ്ട്. എത്ര കിടന്ന് ജപിച്ചാലും പ്രാർത്ഥിച്ചാലും എന്നെ കാണിച്ചാലും തീപ്പെട്ടി ഇപ്പുറത്തും വിറകപ്പുറത്തുമാണെങ്കിൽ ഒരു കാര്യവും നടക്കൂല. പക്ഷേ വിറകടുക്കി വെച്ചിട്ട് തീപ്പെട്ടി എടുത്തിട്ട് തീ കത്തിച്ചാൽ അവയെല്ലാം കത്താൻ തുടങ്ങും. എന്ത് തീ വരണം? പരിശുദ്ധാത്മാവിനാലും തീയാലും അഭിഷേകം ചെയ്യുമ്പം ഓരോ വാക്യം വചനം വേദപുസ്തകത്തിലുള്ളത് ജീവനായിട്ട് വരും. അവൻ എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. ഒരാൾ എനിക്ക് വേണ്ടി ക്രിമിനൽ ലോയിൽ ഒരു നിയമമുണ്ട്, ഒരാളെ 2 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യാനൊക്കത്തില്ല. അത് ഒരാളെ, അതായത് അതായത് കഴുകു മരത്തെ 2 പ്രാവശ്യം കയറ്റാനൊക്കത്തില്ല. ഒരു ഫണ്ണി പാരഡോക്സ് അല്ലേ? കാരണം 2 പ്രാവശ്യം എങ്ങനെ ഒരാളെ കഴുക കയറ്റുന്നത്? ദ പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ്
ആദ്യം ഒരാളെ കഴുകാൻ കയറ്റി ആ കയറ് പൊട്ടിയിട്ട് അവൻ ജീവനോടിരിക്കും, രണ്ടാമത് അവനെ കഴുകാൻ പിന്നെ കയറ്റാനൊക്കത്തില്ലെന്ന്. ദാറ്റ് ഈസ് ദ ലോ. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി ക്രൂശ് മരണം ഏറ്റെടുത്തു. അവൻ എൻ്റെ ശാപവും പാപവും വഹിച്ചു. ഇനി അതിനു പകരം നമ്മുടെ ആരെയും നമ്മൾ ഏൽക്കണ്ട, പക്ഷെ ഏറ്റെടുക്കണം. ഐ ഷുഡ് ടേക്ക് ഇറ്റ് അസ് ദോ ഇറ്റ്. ഇതാണ് എക്സ്ചേഞ്ച് കൊടുക്കുക എന്ന് പറയുന്നത്. എൻ്റെ പാപം എൻ്റെ ശാപം അവൻ ഏറ്റെടുത്തിരിക്കുന്നു. സെറ്റ് ഫ്രീ ഇൻ ടു ദ ഗ്രീൻ പാസ്റ്റർ. കർത്താവിൻ്റെ പേര് പറഞ്ഞപ്പോൾ, യേശുവിൻ്റെ പേര് പറഞ്ഞപ്പോൾ എന്നെ പച്ചപ്പുൽപ്പുറത്തോട്ട് കയറ്റി. കൊല്ലാൻ കൊണ്ടുവന്ന, പക്ഷേ ഇപ്പം കയറ്റി വിടുന്ന പച്ച. You are renewed. I give you a renewed life. I give you an extension of life. I give you a blessed life. I give you what you desire because you took the promises of mine. വിശ്വാസത്താൽ നീതിമാൻ ജയമെടുക്കും. അബ്രഹാം വിശ്വസിച്ചു, അത് നീതിയായിട്ട് കണ്ട്. നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുന്നത് പോലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വെളിപ്പാടിലും വിശ്വാസത്തിൻ്റെ നിറവ് തന്നെയാണ് കാണുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നീതിമാന്മാർ ആരുണ്ട്? നീതിമാന്മാർ നോക്കുമ്പോൾ ഒരുത്തൻ പോലും ഇല്ലെന്ന് ദൈവം പറയുന്നു. നീതി പ്രവർത്തിക്കുന്നവരാരുമില്ല. ആരെങ്കിലും നീതി പ്രവർത്തിക്കുന്ന ദൈവം അവരെ ആകർഷിക്കണം. അങ്ങനെ ആകർഷിച്ച ഒരു വ്യക്തിയാണ് അബ്രഹാം. അന്ന് തൊട്ട് തുടങ്ങി വിശ്വാസ ജീവിതം. വിശ്വാസികളുടെ പിതാവെന്ന് അബ്രഹാമിനെ വിളിച്ചു. പിന്നെ ഒരു പരമ്പരയാണ്. അബ്രഹാം തൊട്ട് സഹാക്ക്, യാക്കോബ്, പിന്നെ അങ്ങനെ വേദപുസ്തകത്തിൽ ജീനിയോളജി എഴുതി വെച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ, ലൂക്കോസിൻ്റെയും എല്ലാം എഴുതി വെച്ചിരിക്കുകയാണ് കർത്താവ്. അങ്ങനെ അതിൽ കൂടെ ആ പരമ്പരയിൽ കൂടെ തന്നെ യേശു ക്രിസ്തു കടന്നു വന്നു. ഇന്ന് ജാതികളായിരുന്ന ഞങ്ങളെ ക്രിസ്തുവിലേക്ക് ആക്കിയെടുത്ത് എൻ്റെ ക്രൂശ് മരണത്താൽ ഞങ്ങളുടെ രോഗത്തെയും ശാപത്തെയും പാപത്തെയും മരണത്തെയും ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വിടുതൽ തന്നു എന്ന് വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. അത് ഞങ്ങൾക്ക് തന്നെയല്ല, ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്ക്, അനേക മക്കൾ പ്രാർത്ഥന ചോദിക്കുന്നവർ, കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ അതൊരു വിജയത്തിൻ്റെ, ഒരാത്മാവിൻ്റെ പകർച്ചയായിട്ട് ഇന്നിട്ട് കൊടുക്കണം. ദൈവം അത് ഹൃദയത്തിൽ എഴുതിയാലേ ഒക്കത്തുള്ളൂ. ഇവിടുന്ന് ഒരു ജീവവൃക്ഷം കിളുക്കണം. അബ്രഹാം വിശ്വസിച്ചു, നീതിയായിട്ട്. യേശു ക്രിസ്തു പറഞ്ഞു മറിയോട്, വിശ്വസിച്ചാൽ ദൈവത്തിന് എന്ത് വിശ്വസിക്കാൻ? കർത്താവ് ക്രൂശ് മരണമേറ്റ് ഭ്രാന്ത് പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ല. എല്ലാ ബുദ്ധിഹീനതയും മാറിപ്പോട്ടെ പച്ച, എല്ലാ ദുഷ്ടഹൃദയം മാറിപ്പോട്ടെ, ബുദ്ധിയില്ലായ്മ മാറിപ്പോട്ടെ പച്ച. കുഞ്ഞുങ്ങളുടെ വിവേകമില്ലാതെ അലഞ്ഞടക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം തിരിച്ചു വരട്ടെ. മുടിയനായ പുത്രൻ തിരിച്ചു വന്ന പോലെ കർത്താവിൻ്റെ സ്നേഹ ചങ്ങലയിൽ കർത്താവിൻ്റെ ജീവ പുതപ്പിനകത്ത് പൊതിഞ്ഞു കൊണ്ടുവരുന്നതിന് നന്ദി. എല്ലാവരും തിരിച്ചു കൊണ്ടുവരുന്ന കണ്ട് സന്തോഷിക്കുന്നു. ഈ മഹാസന്തോഷം ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതിനാൽ നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ ഒരു അബ്രഹാമിൻ്റെ പരമ്പരയിലേക്ക് കടന്നു വന്ന് വിശ്വാസത്തിൽ ജീവിപ്പാൻ, വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നന്മ കാണാൻ, തിന്മയെ അകറ്റി നന്മ തിരഞ്ഞെടുക്കാൻ ഉള്ള വിവേകം തന്നതിന് സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആ വിവേകം ഇട്ടുകൊടുക്കുന്ന ഇപ്പോൾ പതിക്കുക അപ്പച്ചാൻ, ചെന്ന് വീഴുന്നു. അപ്പച്ചൻ പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.